നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് 2026 ഹിജറ 1448 വർഷത്തിലാണ്. 772 വർഷം മുമ്പ്, 7.5 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച ഒരു പണ്ഡിതനെയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചെമ്മാട് നിന്ന് ഡമസ്കസിലെ നവയിലേക്കുള്ള ദൂരമെന്ന് പറഞ്ഞാൽ 4950 കിലോമീറ്ററാണ്. 772 വർഷം മുമ്പ് 4950 കിലോമീറ്റർ അകലെ ജീവിച്ച ഒരു മഹാപണ്ഡിത പ്രതിഭയെയാണ്, ആ പണ്ഡിത പ്രതിഭയുടെ വിസ്മയങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു പ്രസ്ഥാനമായിരുന്നു. ഇമാം നവവിയെ വായിക്കുമ്പോൾ ഇമാം നവവി റഹിമഹുല്ല ഒരു പ്രസ്ഥാനമായിരുന്നു. മഹാന്റെ ഓരോ വർക്കുകളും ഓരോ രചനകളും അത് ഇലാ യൗമിൽ ഖിയാമ വരെ വരാൻ പോകുന്ന പണ്ഡിതർക്ക്, സാധാരണക്കാർക്ക്, സമൂഹത്തിൽ നിൽക്കുന്ന ഏതൊരാൾക്കും ദിശ നിർണയിക്കുന്ന ഗ്രന്ഥങ്ങളായിരുന്നു എന്നാണ്. നമ്മൾ ഇമാം നവവി റഹ്മത്തുള്ളാഹിയെ പഠിക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ, നമ്മുടെ അടുത്ത് ഒന്നുകിൽ ഈ തൊട്ടടുത്ത് ജീവിച്ച് മരണപ്പെട്ടു പോയ ഒരു പണ്ഡിതനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് പോലെയാണ് ഇമാം നവവിയെ നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ ഈ അടുത്ത് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ കുറിച്ച് നമുക്ക് ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം ഇമാം നവവി റഹിമഹുല്ലാഹ് മജ്മൂ എപ്പോൾ എഴുതാൻ തുടങ്ങി, ഏത് ദിവസമാണ് അതിൻ്റെ ആദ്യഘട്ടം അവസാനിക്കുന്നത്, രണ്ടാം ഘട്ടം എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതെല്ലാം കൃത്യമാണ്. അത് പണ്ഡിതന്മാർ അത്ര വിശുദ്ധിയോടുകൂടി മഹാന്റെ ജീവിതത്തെ കണക്കാക്കി എന്നതാണ്. ഇതേ ഗ്രന്ഥരചന എഴുതുന്ന സമയത്ത് മഹാൻ അനുഭവിക്കുന്ന രാഷ്ട്രീയമായ പരിസരം കൂടിയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാം സ്വസ്ഥമായിട്ടല്ല ഇമാം നവവി റഹിമഹുല്ല ഈ ഗ്രന്ഥരചനകൾ നടക്കുന്നത്. മഹാന്റെ 27-ാം വയസ്സിലാണ് ഹൂലാക്കു ഖാൻ, ഐനു ജാലൂത്ത് യുദ്ധവും ഹൂലാക്കു ഖാന്റെ വരവും നടക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഇസ്ലാമിന്റെ ക്യാപിറ്റൽ സിറ്റിയായിരുന്ന ബഗ്ദാദിനെ ഒന്നടങ്കം ഇല്ലായ്മ ചെയ്ത ഹൂലാക്കു ഖാൻ രംഗപ്രവേശം നടക്കുന്നത് ഇമാം നവവി റഹിമഹുല്ലയുടെ 27-ാം വയസ്സിലാണ്. സ്വസ്ഥമായ രാഷ്ട്രീയ പരിസരമായിരുന്നില്ല ഇമാം നവവി റഹിമഹുല്ലക്കുണ്ടായിരുന്നത്. അതിനുശേഷം ഇമാം നവവി റഹിമഹുല്ല ജീവിക്കുന്ന പശ്ചാത്തലത്തിൽ ളാഹിർ ബീബർസ്, ഈജിപ്ത് കണ്ട ഏറ്റവും ധൈര്യശാലിയായ ഭരണാധികാരി, അദ്ദേഹത്തിന്റെ ധൈര്യത്തെക്കുറിച്ച് പറയുന്നത് അദ്ദേഹം അലാവുദ്ദീനുൽ ബന്തഖ്ദരിയുടെ അടിമയായിരുന്നു എന്നാണ്. അലാവുദ്ദീനുൽ ബന്തഖ്ദരിയുടെ അടിമയായിരുന്ന ളാഹിർ ബീബർസ് കുറഞ്ഞ കാലം കൊണ്ട് അധികാരത്തിലെത്തിയ ശേഷം തൻ്റെ കീഴുദ്യോഗസ്ഥനായി തൻ്റെ കീഴിലുള്ള ഗവർണറായിട്ട് അലാവുദ്ദീനുൽ ബന്തഖ്ദരിയെ പറഞ്ഞയക്കുന്നുണ്ട്. തൻ്റെ ഉടമയെ തൻ്റെ കീഴുദ്യോഗസ്ഥനാക്കി പറഞ്ഞയക്കാനുള്ള ത്രാണിയും ശക്തിയും ധീരതയുമുള്ള ആളായിരുന്നു ളാഹിർ ബീബർസ്. ളാഹിർ ബീബർസ് ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ഇമാം നവവി റഹിമഹുല്ലയും ജീവിക്കുന്നത്. ആ സമയത്ത് ളാഹിർ ബീബർസ് ഇറക്കുന്ന ഉത്തരവുകളെ ഇമാം നവവി റഹിമഹുല്ല ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഇമാം നവവി റഹിമഹുല്ലക്ക് നാടുവിടേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ നിലവിലുള്ള രാഷ്ട്രീയ പരിസരങ്ങളോടും സാമൂഹിക ചുറ്റുപാടുകളോടും ഇടപഴകിയിട്ടാണ് ഈ മഹാരഥൻ തൻ്റെ ഈ ഗ്രന്ഥരചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാനയസൂമുദ്ദഹർ, മഹാൻ സ്ഥിരം നോമ്പുകാരനായിരുന്നു. സുഹദിലും വറയിലും മഹാനോളം മറ്റൊരാളെയും കാണാൻ സാധ്യമല്ല എന്ന്
തർജുമ എഴുതിയവരൊക്കെ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. ഇങ്ങനെ മഹാന്റെ ഓരോ വിഷയങ്ങളിലുള്ള കാഴ്ചപ്പാടുകൾ, മഹാന്റെ ആരാധനകൾ, മഹാന്റെ ജീവിതം എല്ലാം നമുക്ക് വീണ്ടും വീണ്ടും പഠിക്കാനുള്ള വാതിലുകളാണ് ഈ ചർച്ചകൾ നമുക്ക് തുറന്നു തരുന്നത്. ഇത് വിശാലമായ ലോകമാണ്. ഓരോ ഗ്രന്ഥങ്ങളും ഓരോ ലോകങ്ങളാണ്. ആ അർത്ഥത്തിൽ ഇനി ഇമാം നവവിയുടെ മിൻഹാജ് നമ്മൾ മുന്നിൽ വെക്കുമ്പോൾ നമുക്ക് റൗളത്തു ത്വാലിബീനും നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കണം. ഇനി നമ്മുടെ മുന്നിൽ മജ്മൂ നമ്മുടെ ഒരു ഭാഗത്തുണ്ടായിരിക്കണം. നമ്മുടെ മുന്നിൽ തഹ്ഖീഖ് ഉണ്ടായിരിക്കണം. നമ്മുടെ മുമ്പിൽ തൻഖീഹ് ഉണ്ടായിരിക്കണം. നമ്മുടെ മുമ്പിൽ മുഹറർ ഉണ്ടായിരിക്കണം. നമ്മുടെ മുമ്പിൽ ശറഹുൽ കബീർ ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഒരുമിച്ച് വായിക്കുമ്പോഴാണ് ഷാഫിഈ മദ്ഹബ് എന്ന് പറയുന്ന ഈ മദ്ഹബിന്റെ തഹരീറിനെയും ഇമാം നവവി റഹിമഹുല്ല തീർത്ത വിസ്മയത്തെയും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പോഴാണ് നമുക്ക് ഇമാം നവവി റഹിമഹുല്ലയുടെ കൂടെ സഞ്ചരിക്കാൻ കഴിയുന്നത്. ആ അർത്ഥത്തിൽ ഇമാം നവവി റഹിമഹുല്ലയുടെ വൈവിധ്യമാർന്ന രചനാ വൈഭവങ്ങളെ പരിചയപ്പെടുകയായിരുന്നു നമ്മൾ ഇതുവരെ ചെയ്തത്. റഹ്മാനായ റബ്ബ് നമ്മുടെ ഈ സദസ്സിനെ കബൂൽ ചെയ്യട്ടെ, ആമീൻ എന്ന പ്രാർത്ഥനയോടെ ഇതിൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അഭിമന്യരായ ഉസ്താദുമാരാണ്, ആ വിഷയത്തിൽ ഒരുപാട് പഠനം നടത്തിയവർ ഇവിടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ആ സംശയ നിവാരണ സെഷൻ കൂടി കഴിഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. വഫഖനല്ലാഹ്. അസ്സലാമു അലൈക്കും. എനിക്ക് ചോദിക്കാനുള്ളൊരു സംശയം എന്ന രീതിയിൽ പറയാമോ എന്നറിയില്ല, എന്നാലും ഉസ്താദുമാരൊക്കെ പറയാറുണ്ട് ഈ രണ്ടാം ഷാഫി എന്ന പേര് ഇമാം നവവിക്ക് പറയാറുണ്ട്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിൽ ഇങ്ങനെ പേര് വെക്കാനുള്ള കാരണം എന്താണെന്ന്? ഇമാം ഷാഫി റഹിമഹുല്ലയുടെ ഗ്രന്ഥങ്ങൾ നമുക്ക് വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ. ഇമാം ഷാഫി റഹിമഹുല്ലയുടെ ഗ്രന്ഥങ്ങളെ കണ്ടവർ പോലും അപൂർവമായിരിക്കും. കണ്ട ആളുകൾ കുറവായിരിക്കും. മഹാനായ കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാരെ കുറിച്ച് പറയാറുണ്ട്, ഏതോ ഒരു ലൈബ്രറിയിൽ ഉമ്മിൻ്റെ ഒരു കോപ്പി എത്തി എന്ന് പറഞ്ഞപ്പോൾ കൈപ്പറ്റ ഉസ്താദ് പറഞ്ഞു എന്നാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആളുകളൊക്കെ വഹാബിയായി പോവല്ലോ എന്ന്. കാരണം ഇമാം ഷാഫി റഹിമഹുല്ലയുടെ സംസാരങ്ങളെ മനസ്സിലാക്കാവുന്ന തരത്തിൽ ഈ സമൂഹം ഉയർന്നിട്ടില്ല. നമുക്ക് ഇമാം ഷാഫി റഹിമഹുല്ലയെ മനസ്സിലാക്കി തന്നത് ഇമാം നവവി റഹിമഹുല്ലയാണ്. ഷാഫി ഇമാമിൻ്റെ ഉമ്മും ഷാഫി ഇമാമിൻ്റെ റിസാലയും ഷാഫി ഇമാമിൻ്റെ ഇഖ്തിലാഫുൽ ഹദീസും ഇംലാവും എന്നീ ഗ്രന്ഥങ്ങളൊക്കെ പുതിയ കാലത്ത് അതിനെക്കുറിച്ച് ഗവേഷണങ്ങൾ, പഠനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇമാം ഷാഫിയെ റഹ്മത്തുള്ളാഹി അലൈഹി മനസ്സിലാക്കാനുള്ള ബുദ്ധിശക്തിയോ അതിനുള്ള ആധികാരികതയോ വളർന്നു വരുന്ന സമൂഹത്തിനില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കൈപ്പറ്റ വീരാൻകുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ അങ്ങനെ പ്രതികരിച്ചത്. അപ്പോൾ ഇമാം ഷാഫി റഹിമഹുല്ലയെ നമുക്ക് മുന്നിൽ വരച്ചു കാണിച്ചത് ഇമാം നവവി റഹിമഹുല്ലയാണ്. മാത്രമല്ല മഹാൻ ഏകദേശം ഒരു 4 നൂറ്റാണ്ട് കാലത്തെ ഇമാം ഷാഫി റഹിമഹുല്ല വഫാത്തായി 204 വഫാത്തായി. മഹാൻ ഗ്രന്ഥരചനകൾ ആരംഭിക്കുന്ന 650 എന്ന് നമുക്ക് വേണമെങ്കിൽ ഏകദേശം കണക്ക് പറയാം. 4 നൂറ്റാണ്ട്. ഈ നൂറ്റാണ്ട് കാലത്ത് പരന്നു കിടക്കുന്ന ഷാഫി മദ്ഹബ്, അതിൽ ജീവിച്ചുപോയ ഒരുപാട് മഹാരഥന്മാർ ഇവിടെ കഴിഞ്ഞ സെഷനുകളിലാക്കായിട്ട് നിരന്തരം അവരുടെ പേരുകൾ പറഞ്ഞു. ഇറാഖീങ്ങളായും ഖുറാസാനികളായും ഇത് 2 മദ്രസകളായി അത് മുന്നോട്ട് പോയി. അതിനെ ജംഅ് ചെയ്തു. ഇമാമുൽ ഹറമൈൻ റഹിമഹുല്ല, ഇമാം ഗസാലി റഹിമഹുല്ല, ഇങ്ങനെ ഇവരുടെ അസ്ഹാബ്, ഇവരുടെ തലാമിദത്ത് ഇങ്ങനെ തുടങ്ങി. ഇത് 4 നൂറ്റാണ്ട് ഒഴുകി നടന്ന ഷാഫി മദ്ഹബിനെ അതിനെ ഒന്നായി തഹരീർ ചെയ്ത് എന്താണ് ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞത് എന്ന്
വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നത് ഇമാം നവവി റഹിമഹുള്ളയാണ്. അതുകൊണ്ടാണ് ഇമാം നവവി റഹിമഹുള്ളയെ രണ്ടാം ഷാഫിഈ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിലെ ഓരോ ഘട്ടങ്ങളും ഇതിലെ ഇമാം നവവി റഹിമഹുള്ളയുടെ വരവിനുള്ള തൗത്തിഅത്താണ്. ഇമാമുൽ ഹറമൈൻ ജുവൈനി റഹിമഹുള്ള നടത്തിയത് ഇമാം നവവി റഹിമഹുള്ളയുടെ വരവിനുള്ള തൗത്തിഅത്താണ്. ഇമാം ഗസാലി റഹിമഹുള്ള നടത്തിയത് ഇമാം നവവി റഹിമഹുള്ളയുടെ വരവിനുള്ള തൗത്തിഅത്താണ്. മദ്ഹബിൻ്റെ ഓരോ ഘട്ടങ്ങളും ഇതിൻ്റെ ഈ തഹരീറിലേക്ക് ഉള്ള ഓരോ ഘട്ടങ്ങളായിരുന്നു. ഇതിൽപ്പെട്ട ഓരോ പണ്ഡിതന്മാരും, കഴിഞ്ഞുപോയ പണ്ഡിതന്മാരെല്ലാം അവരുടെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഇജ്തിഹാദുകൾ നടത്തിയിട്ടുണ്ട്. നമ്മൾ ഇമാം നവവി റഹിമഹുള്ളയെ നമ്മൾ എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അതേ രൂപത്തിലാണ് ഇമാം നവവി റഹിമഹുള്ള ഇമാം ഗസാലി റഹിമഹുള്ളയെയും അതല്ലെങ്കിൽ ഇമാമുൽ ഹറമൈൻ ജുവൈനി റഹിമഹുള്ളയെയും ഇമാം ഇബ്നു സുറൈജ് റഹിമഹുള്ളയെ പോലുള്ളവരൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇതിൽ നിന്ന് നമ്മുടെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഇതിനെ നമുക്ക് ബോധ്യപ്പെടുത്തി തന്നത് ഇമാം നവവി റഹിമഹുള്ള ആയതുകൊണ്ടാണ് നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ മശായിഖുമാരൊക്കെ രണ്ടാം ഷാഫിഈ എന്ന പേരിൽ ഇമാം നവവി റഹിമഹുള്ളയെ വിശേഷിപ്പിച്ചത്. ഈ ചരിത്രങ്ങളൊക്കെ ഇമാം നവവി റഹിമഹുള്ള അഗാധമായ ജ്ഞാനമുള്ളവരായിരിക്കെ തന്നെ ഏത് സാധാരണക്കാരനും ഏത് കുട്ടികൾക്കും മനസ്സിലാകുന്ന തരത്തിൽ ഈ വിഷയങ്ങളെ വിശദീകരിച്ചു എന്നതാണ് മിൻഹാജുത് ത്വാലിബീൻ. അത് കാണാതെ പഠിക്കാനുള്ള ഗ്രന്ഥമാണ്. മുമ്പ് നമ്മൾ ഫിഖ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കഴിഞ്ഞ 2 വർഷം മുമ്പ് ഇവിടെ ഒരു കോൺടെക്സ്റ്റ് നടത്തിയിരുന്നു. മിൻഹാജിൻ്റെ ഹിഫ്ളുൽ മിൻഹാജ്. നമ്മുടെ നാട്ടിൽ അതത്ര സുപരിചിതമല്ലാത്തത് കൊണ്ട് അതിൻ്റെ അവസാനം വരെ നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല. ഹിഫ്ളുൽ മിൻഹാജ് ശരിക്കും കാണാതെ പഠിക്കാനുള്ള കിതാബാണ് മിൻഹാജ് എന്ന് പറയുന്ന കിതാബ്. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഇന്നത് മുത്താലയ ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രമേൽ നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്താശേഷിയും ചുരുങ്ങിപ്പോയി എന്നതാണ് ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അവസാനമായി ഉത്റുക് അസറൻ ഖബ്ല റഹീൽ, ഈ ജീവിത സന്ദേശം നമുക്ക് നൽകുന്നത് നമ്മളും മരണപ്പെടേണ്ടവരാണ്. മരണപ്പെടുന്നതിന് മുമ്പ് നമ്മളും എന്തെങ്കിലുമൊക്കെ ഇവിടെ ഇട്ടേച്ചു പോകണം. 7.5 നൂറ്റാണ്ട് മുമ്പ് ഇമാം നവവി റഹിമഹുള്ള ഇഖ്ലാസ് കൊണ്ട് ഫമാ കാന ലില്ലാഹി യബ്ഖാ, അങ്ങനെ നമുക്ക് സമൂഹത്തിൽ ജീവിക്കാനുള്ള ശേഷിപ്പുകൾ ബാക്കിയാക്കി പോകാൻ മഹാനരായ ഇമാം നവവി റഹിമഹുള്ളയുടെയും അവിടുത്തെ ഖുദ്ദാമീങ്ങളുടെയും അൻസാരിങ്ങളുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമുക്ക് അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്ത് വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.